ശരത്ത്, ഗുഡ് മോർണിംഗ്. തൃശ്ശൂരിലെ പണിമുടക്കിന്റെ സാഹചര്യം എന്താണ്? എങ്ങനെയുണ്ട് രാവിലെ പണിമുടക്ക്? ഇപ്പോൾ ആരംഭിച്ച് 7 മണിക്കൂർ കഴിയുമ്പോൾ സ്ഥിതി എന്താണ്? ഒപ്പം തന്നെ ഇന്നത്തെ പ്രതിഷേധ മാർച്ചൊക്കെ എങ്ങനെയാണ് സംയുക്ത സമരസമിതിയുടെ? ഗുഡ് മോർണിംഗ് മനു. തൃശ്ശൂരിലെ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പണിമുടക്ക് തൃശ്ശൂരിൽ സമ്പൂർണ്ണം എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് പുലർച്ചെ 12 മണിക്ക് തുടങ്ങിയ പണിമുടക്കാണ്. ആദ്യത്തെ ഒരു 7 മണിക്കൂർ പൂർത്തിയാകുമ്പോൾ തൃശ്ശൂരിലെ നിരത്ത് ഏതാണ്ട് സമ്പൂർണ്ണമായും കാലിയാണ്. നഗരത്തിലെ നമ്മൾ 6 മണിക്ക് തൃശ്ശൂർ KSRTC സ്റ്റാൻഡിലെത്തിയിരുന്നു. അവിടെ വിരലിലെണ്ണാവുന്ന യാത്രക്കാർ മാത്രമാണ്, ഇത് അറിയാതെ വന്നു പെട്ടുപോയ വിരലിലെണ്ണാവുന്ന യാത്രക്കാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. മറ്റെല്ലാവരും തന്നെ പൊതുസമൂഹം എല്ലാം തന്നെ ഈ പണിമുടക്കിനെ മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് സന്നദ്ധമായിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഈ തൊഴിലാളി വിരുദ്ധ നിലപാടിനെതിരെ പണിമുടക്കിൻ്റെ കാര്യം, ആ സന്ദേശം കൃത്യമായിട്ട് പൊതുജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. നിരത്തുകളെല്ലാം കാലിയാണ്. ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്, ഇരുചക്ര വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. മറ്റ് തൊഴിലാളികളെല്ലാം തന്നെ പണിമുടക്കിലാണ്. കടകളും പൂർണ്ണമായിട്ടും അടഞ്ഞു കിടക്കുന്ന സാഹചര്യം തന്നെയാണ്. തൃശ്ശൂർ റൗണ്ടിനകത്തും സ്ഥിതി വ്യത്യസ്തമല്ല. രാവിലെ വലിയ തിരക്കുണ്ടാകേണ്ട തൃശ്ശൂർ റൗണ്ട് ഏതാണ്ട് കാലിയായ അവസ്ഥയിലാണ് കിടക്കുന്നത്. KSRTC സ്റ്റാൻഡിനകത്തും സമാനമായ രീതിയിൽ ബസ്സുകൾ അവിടെ എത്തിയിട്ടുള്ള യാത്രക്കാരേക്കാൾ കൂടുതൽ ബസ്സുകൾ നിർത്തിയിട്ട കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. അവിടെ തൊഴിലാളി സംഘടനാ പ്രവർത്തകർ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്, അവരുടെ ഭാഗത്ത് പ്രകടനം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നേതൃത്വത്തിൽ രാവിലെ 10 മണിക്കാണ് പ്രകടനം നിശ്ചയിച്ചിട്ടുള്ളത്. CMS സ്കൂളിൻ്റെ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രകടനം BSNL ഓഫീസിലേക്ക് നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വലിയ രീതിയിലുള്ള തൊഴിലാളി പങ്കാളിത്തം ഈ പ്രകടനത്തിന് കാണുന്നുണ്ട്. BMS ഒഴികെയുള്ള എല്ലാ പ്രധാനപ്പെട്ട 10 ട്രേഡ് യൂണിയനുകളും ഈ സമരത്തിന്, പണിമുടക്കിന് പൂർണ്ണമായ പിന്തുണ നൽകുന്നുണ്ട്. ആ പിന്തുണ പ്രതിഫലിക്കുന്നതാണ് തൃശ്ശൂരിൽ നിന്നുള്ള കാഴ്ചകൾ. തൃശ്ശൂരിലെ നിരത്തുകൾ കാലിയാണ്, കടകൾ അടഞ്ഞു കിടക്കുകയാണ്. KSRTC ഉൾപ്പെടെയുള്ള ബസ് സർവീസുകൾ, സ്വകാര്യ ബസ് സർവീസുകളും KSRTC സർവീസുകളും നടക്കുന്നില്ല. ഈ ടാക്സി വാഹനങ്ങൾ ഓടുന്നില്ല. എല്ലാ അർത്ഥത്തിലും പണിമുടക്കിനോട് പൂർണ്ണമായിട്ടും ഒട്ടി നിൽക്കുക അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടാണ് തൃശ്ശൂരിൽ നിന്ന് കാണാൻ കഴിയുന്നത്. മനു, ശരി, അപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള ഈ സമഗ്രമായ വിവരങ്ങളാണ് ശരത്ത് നൽകിയത്. ശരത്തെ തുടരുക.